ന്റെ ഓണറാണ്. അതോടൊപ്പം 18 വർഷമായി ഈ രംഗത്ത് നിൽക്കുന്ന സാറാണ്. ഐ ടി അനുബന്ധ മേഖലയിലെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും അതേപോലെ സ്കൂളുകളിൽ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്യുകയും ഈ മേഖലയിൽ റിസർച്ച് ഉൾപ്പെടെ പുതിയ അവസരങ്ങൾ തേടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ IT ആൻഡ് അലൈഡ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ എന്ന സംഘടനയ്ക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് കൺസേൺ ഓഫ് IT എംപ്ലോയീസ് ഇൻ AI ഇറ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ലോകത്ത് തൊഴിലാളികൾ എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളും അതേപോലെ തൊഴിലാളികൾ എന്ന നിലയിൽ ഈ മേഖലയിൽ നമ്മൾ എന്തൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടതെന്നും അത് ഏതൊക്കെ മേഖലയിലേക്ക് നമ്മൾ ചൂട് മാറിയാൽ നമുക്ക് സേഫ് ആവാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ക്ലാസ് അദ്ദേഹം തരും. നമുക്ക് 1 മണിക്കൂർ സെക്ഷനാണുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ഇത് റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ വരുന്നവർ മ്യൂട്ട് ചെയ്യാൻ കഴിവതും ശ്രമിക്കേണ്ടതാണ്. ഇത് ഫൈസൽ സാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ചെയ്തത് നമുക്ക് 2 ദിവസത്തിനകം യൂട്യൂബിൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈവായിട്ടിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സാർ. പ്ലീസ് സാർ. താങ്ക് യു അനീഷ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ അനീഷ്? യെസ് സർ, സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞ രാവിലെ സെൻട്രലൈസ് ചെയ്തൊന്ന് നിന്നാൽ നല്ലതായിരിക്കും ക്യാമറ ഇച്ചിരി. യെസ് സർ, ക്ലിയർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, സോ ഹായ് എവരി വൺ. എന്റെ പേര് അഖിലേഷ് എന്നാണ്. ഞാൻ ആൽപ് ടേൺകീ സൊല്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അനീഷിനും അതുപോലെ തന്നെ ഐടെക്കിനും താങ്ക്സ് പറയുകയാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിലും. ഇങ്ങനെയുള്ള എന്താ പറയാ, ഈ ടോപ്പിക് കൺസേൺസ് ഓഫ് IT എംപ്ലോയീസിന്റെ എന്നുള്ള ടോപ്പിക്ക് എല്ലാവരുടെ അടുത്തും അതായത് ഡിസ്കസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പം എന്റെ പേര് അഖിലേഷ് എന്നാണ്. ഞാൻ ആൽപ് ടേൺകീ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടറും കോ-ഫൗണ്ടറും ആണ്. ഞങ്ങള് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, IT സൊല്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതായത് എഡ്യൂക്കേഷണൽ IT സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എനിക്കിപ്പം ഓൾമോസ്റ്റ് എന്താ പറയാ, നമ്മളിപ്പോ ഒരു 18 years ആയിട്ട് എഡ്ടെക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എന്താ പറയാ, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻസ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത് മാത്രമല്ല, നമ്മൾ 750 പരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുകയാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ എന്താ പറയുക ചാനൽസ് ഉണ്ട്. അങ്ങനെ പല കമ്പനീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൊല്യൂഷൻസ്. ഓക്കെ, സോ എനിക്ക് ബിനിൽ നെക്സ്റ്റ് എന്റെ കൂടെ ബിനിലുണ്ട്, അതുമാതിരി തന്നെ അഭിലാഷും ഉണ്ട്. സോ ബിനിലെ സ്ലൈഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ബിനിലിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഓവർവ്യൂ. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT എംപ്ലോയീസിന് ഇപ്പം എന്താ പറയുക ഈ ഒരു എറയിൽ വരുന്ന കൺസേൺസ് ആണ്. അപ്പൊ ഞാൻ അതായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ഇമ്പാക്ട് ഓൺ IT എംപ്ലോയീസ്, അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ്, ഇൻ ഇൻഡസ്ട്രീസിൽ ഇപ്പം പലതരം ഇൻഡസ്ട്രീസിൽ ഇപ്പൊ യുടെ ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ വന്ന ജോലിയുടെ അല്ലെങ്കിൽ ജോബിന്റെ ചേഞ്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ. അതുപോലെ തന്നെ ത്രെട്ടും ഓപ്പർച്യൂണിറ്റീസും, ഒബ്വിയസ്ലി ത്രെട്ട് എംപ്ലോയീസിന് ഉണ്ടാകുന്ന ത്രെട്സ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും. ഈ ത്രെട്ടും ഓപ്പർച്യൂണിറ്റീസും അല്ലാതെ നമ്മുടെ സ്ട്രാറ്റജീസ് എങ്ങനെ നമുക്കതിനെ ലഘൂകരിക്കാം, ഈ പറയുന്ന ത്രെട്ടിനെ നമുക്ക് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്, അത് ഒബ്വിയസ്ലി അനീഷ് പറഞ്ഞതുപോലെ പുതിയ കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും. സോ ഡീറ്റെയിലേക്ക് അതിലേക്ക് പോവാം. പിന്നെ കരിയർ ഗ്രോത്ത്, നമ്മുടെ വന്നതിന് ശേഷം ഉണ്ടായ കരിയർ ഗ്രോത്ത്, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത്, അതിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരുടെയും പൊതുവായ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ജോലി പോകുമോ അല്ലെങ്കിൽ നമ്മുടെ കരിയറിന് ഭീഷണിയാവുമോ, അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ്. അപ്പൊ ഇതായിരിക്കും എന്റെ ടോപ്പിക്കിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും അറിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് പ്രോസസ്സസ് ബൈ മെഷീൻ. ഞാനൊരു ഓവർവ്യൂ ആയിട്ട്, കാരണം ഇരിക്കുന്ന ആൾക്കാരെല്ലാം IT എംപ്ലോയീസ് ആയിട്ട് ജസ്റ്റ് ഓവർവ്യൂ ആയിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതായത് ഹ്യൂമൻ ബ്രെയിനിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന കീ കമ്പോണൻസ് എന്ന് പറയുന്നത്, വരുന്ന കീ കമ്പോണൻസ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗും പിന്നെ ന്യൂറൽ നെറ്റ്വർക്സും NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ്, റോബോട്ടിക്സ്, ഇത് ഇത്രയാണ് 4 മെയിൻ കീ കമ്പോണൻസ് വരുന്നത്. ഇപ്പൊ
നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ 20 വർഷം മുമ്പേ എന്താ പറയുക, മെട്രിക്സ് അല്ലെങ്കിൽ എന്താ പറയുക, ടെർമിനേറ്റർ ഫിലിമൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഓട്ടോമേറ്റഡ് റോബോട്ട്സ് പല കാര്യങ്ങൾ ചെയ്യുന്നു, മനുഷ്യനെതിരെ തിരിയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്ന് മനസ്സിലാക്കി. പക്ഷെ 20 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചർച്ച ചെയ്ത് ഇപ്പോഴാണ്. ഇപ്പൊ അടുത്താണ് നമ്മൾ വീണ്ടും എ കുറിച്ച് സംസാരം വന്നത്. എപ്പോഴാണ് വന്നത്? ചാറ്റ് GPT പോലുള്ള പുതിയ 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 എന്താ പറയുക ആപ്ലിക്കേഷൻ. ചാറ്റ് GPT ഇതിനിടയ്ക്ക് ഇപ്പൊ ചാറ്റ് GPT വരുന്നതിന് മുമ്പ് അലക്സയും സിരിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഡിസ്കസ് ചെയ്യാത്തതാണ് നമ്മൾ ചാറ്റ് GPT. എനിക്ക് തോന്നുന്നു നമ്മുടെ IT എംപ്ലോയീസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ചാറ്റ് GPT എന്താണെന്നുള്ളത് അറിയായിരിക്കും. അത് യൂസ് ചെയ്യുന്നവരും ഒരുപാട് പേര് കാണും. അപ്പം എന്താ പറയുക, അത് വന്നതിന് ശേഷമാണ് എ കുറിച്ച് വീണ്ടും ചർച്ചയാവുന്നതും എയിലേക്ക് പല കമ്പനീസും സ്റ്റാർട്ടപ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്ത് വരുന്നതും ഒക്കെ മെയിൻ റീസൺ. ഓക്കെ, അപ്പൊ അതിന്റെ ഈ എയുടെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗും ന്യൂറൽ നെറ്റ്വർക്കും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗും റോബോട്ടിക്സുമാണ്. ഈ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കമ്പ്യൂട്ടേഴ്സ് ലേണിംഗ് ഫ്രം ഡേറ്റ ടു മേക്ക് ഡിസിഷൻ. ഇതെല്ലാം തിയറിയാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേറെ ഒന്നുമല്ല. ഇപ്പൊ മെഷീൻ ലേണിംഗിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, നെറ്റ്ഫ്ലിക്സ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നെറ്റ്ഫ്ലിക്സ് ഞാൻ അത് റിലേറ്റ് ചെയ്ത് ഓരോന്നിനും റിലേറ്റ് ചെയ്ത് ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞു പോകും. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ നമുക്ക് എന്താ പറയുക, നമ്മുടെ കൊടുക്കുന്ന ഡേറ്റാസ് അനുസരിച്ചിട്ട് നമ്മുടെ റെക്കമെൻഡേഷൻ, ഫിലിം റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. സോ അത് മെഷീൻ ലേണിംഗ്, അതായത് നമ്മൾ എന്താ പറയുക, ഡേറ്റ ഇപ്പം മെഷീനിനെ പ്രോഗ്രാമിംഗ് ഇല്ലാതെ ഡേറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സെക്കൻഡ് വൺ ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് നമ്മുടെ എന്താ പറയുക ഹ്യൂമൻ ബ്രെയിൻസിന് പാറ്റേൺസ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് പോകുന്നുണ്ട്. അതിന് ഉള്ള ഒരു മെയിൻ ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കിപ്പോ നോക്കി അറിയാൻ പറ്റും. എന്താ പറയുക, സിരിയും അല്ലെങ്കിൽ അലക്സയും നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ വരുന്നത് NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അത് നോർമലി എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അല്ല എന്താ പറയുക ചാറ്റ് ബോട്ട്സ്, ഇതെല്ലാം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ടീച്ചിങ് കമ്പ്യൂട്ടേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹ്യൂമൻസ് ത്രൂ ലാംഗ്വേജ്, അതാണ് NLP. പിന്നെ റോബോട്ടിക്സ്, ഇതും എയുടെ ഒരു പാർട്ടാണ്. റോബോട്ടിക്സിൽ സർവീസ് റോബോട്ട്സും ഉണ്ട്, ഇൻഡസ്ട്രിയൽ റോബോട്ട്സും ഉണ്ട്. മാനുഫാക്ചറിങ് എന്താ പറയാ, ഇപ്പം ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ഇപ്പൊ സീമെൻസ് പോലുള്ള കമ്പനീസിൽ യൂസ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിങ് പർപ്പസിനായിട്ട്. പിന്നെ അതുപോലെ സർവീസ് റോബോട്ട്സ്, ഇത് ഇപ്പം എന്താ പറയുക, ഈ പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും എയുടെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ സർവീസ് റോബോട്ട്സ് ഫാനുക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എന്താ പറയുക അത് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് എയുടെ ഒരു ഓവർവ്യൂ വന്നത്. നെക്സ്റ്റ് ഞാൻ ഇപ്പൊ നമ്മൾ എയുടെ ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്നതാണ്. എയുടെ ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്ന മെയിൻ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? ഒത്തിരി ഇൻഡസ്ട്രീസിൽ വരുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒന്ന് ഹെൽത്ത് കെയർ, പിന്നെ അതുപോലെ രണ്ടാമത് ഫിനാൻസ്, തേർഡ് റീറ്റെയിൽ, മാനുഫാക്ചറിങ്. ഈ 4 മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ എയുടെ എന്താ പറയുക ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്നത്, മെയിൻലി ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നത്, പല പല ടെക്നോളജീസ് വെച്ച് ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് കെയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്റ്റീവ് അനാലിസിസ് ആൻഡ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഇത് ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മുടെ അസുഖങ്ങൾ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൂളുകളോ അല്ലെങ്കിൽ എന്താ പറയുക സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ പ്രോഗ്രാംസുകളോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ടൂൾസ് എന്ന് പറയാൻ പറ്റും. അതിന് ഒന്നാമത്തെ എക്സാമ്പിൾ തന്നെ IBM വാട്സൺ. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, ഇടയ്ക്കൊരു ചർച്ചയിൽ വന്നിരുന്നു. അതായത് ഇപ്പം IBM വാട്സൺ കാരണം നമ്മുടെ ഡോക്ടേഴ്സിന്റെ ജോലി സാധ്യത പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് ഒക്കെ ഇടയ്ക്ക് വന്നിരുന്നു. അങ്ങനെ പ്രഡിക്റ്റീവ് അനാലിസിസ് ആണ് IBM വാട്സൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ പാത്ത് എ എന്ന് പറഞ്ഞൊരു കമ്പനി മെയിൻ ആയിട്ട് പല 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 ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിലും അതിപ്പോ ഇൻകോപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പാത്ത് എ എന്ന് പറയുന്ന ഫിലിമാണ്. പാത്ത് എ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്തോളജി റിസൾട്ട്സ്, പാത്തോളജി ക്യാൻസറിന്റെ എന്താ പറയുക പോസിബിലിറ്റീസും ക്യാൻസർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇന്ന ഡേറ്റാസ്, ഇതെല്ലാം ഡേറ്റാസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തുടക്കം എയെ പറ്റി പറഞ്ഞു, ഒരു 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 എന്താ പറയുക ഒരു ഓവർവ്യൂ തന്നുള്ളൂ. അപ്പം ആ ഈ പറയുന്ന സെക്ടേഴ്സിനകത്തെല്ലാം ഡേറ്റാസ് വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. സോ ഈ ഡേറ്റാസ് കിട്ടിയ ശേഷം അത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ പാത്തോളജി, ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ഈ പാത്ത് എയില് ഇത് വെച്ചിട്ട് റിസൾട്ട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ പാത്ത് എയും അതുപോലെ തന്നെ IBM വാട്സണും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്തു പോകുന്ന 2 സോഫ്റ്റ്വെയർസ് ആണ്.
പിന്നെ ഫിനാൻസിൽ, ഒബിയസ്ലി ഫിനാൻസിൽ മെയിനായിട്ട് വേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഫ്രോഡ് ഡിറ്റക്ഷൻ അത്യാവശ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഫ്രോഡ് ഡിറ്റക്ഷനും. അതുപോലെ തന്നെ ആൽഗോറിതം ട്രേഡിങ്. ആൽഗോറിതം ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ ഷെയർ ട്രേഡിംഗ്, സ്റ്റോക്ക് സെല് ചെയ്യാൻ പറ്റുന്നതും അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റോബിൻഹുഡ്. കേട്ടിട്ടുണ്ടായിരിക്കും റോബിൻഹുഡ്. പിന്നെ ഈ നമ്മുടെ ഫിനാൻസിന്റെ ഫ്രോഡ് ഡിറ്റക്ഷന് ആലിബാബയുടെ ആൻഡ് ഫിനാൻഷ്യൽ, അലിബാബയും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഇത് പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ ഇതേപോലെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കം റീറ്റെയിൽ. റീറ്റെയിലിൽ നമുക്ക് എല്ലാം അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ആമസോണിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആമസോണിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ. ഇപ്പം നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ പർച്ചേസിങ് ട്രെൻഡ് അനുസരിച്ചിട്ട് പോപ്പപ്പ് താഴെ വരുന്നുണ്ട്. ഇതെല്ലാം ആണ്. ഇത് കമ്പനീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻഡസ്ട്രീസിൽ എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ പുതിയ പുതിയ ടെക്നോളജീസ് വെച്ചിട്ട് ഇമ്പാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസും ക്വാളിറ്റി കൺട്രോളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇൻഡസ്ട്രീസിലും ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം സീമെൻസ് പോലുള്ള കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റീവ് അനാലിസിസിനും അതിനും. പിന്നെ അതുപോലെ ഫാനിക് എന്നൊരു കമ്പനി, ഫാനിക് എന്ന് പറയുന്ന കമ്പനി എന്താ പറയുക, യൂസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ റോബോട്ട്സും സർവീസ് റോബോട്ട്സും. ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിങ് പർപ്പസ്, അല്ലാതെ ഇപ്പൊ സർവീസ് റോബോട്ട്സ് അഗ്രികൾച്ചറൽ പർപ്പസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫാമിൽ നിന്ന് ആപ്പിള് കളക്ട് ചെയ്യണം, അതിനെ പറിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരണം. സോ അങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ചെയ്യുന്ന AIസും അവൈലബിൾ ആണ്. സോ അതും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ അവർ യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇപ്പം 4 ഇൻഡസ്ട്രീസ് പറഞ്ഞു. ഇതല്ലാതെ നമ്മൾ IT ഇൻഡസ്ട്രിയിൽ എങ്ങനെ, കാരണം ചില ഓണ്ടർപ്രണേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും, എംപ്ലോയീസ് അല്ലാതെ ഓണ്ടർപ്രണേഴ്സും ഉണ്ടാവും. IT ഇൻഡസ്ട്രീസിൽ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വ്യൂ തരാം. ഇൻ IT ഇൻഡസ്ട്രിയും ഞാനൊരു വ്യൂ തരാം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയും. ഇത് രണ്ട് ഒരു ജസ്റ്റ് ഒരു വ്യൂ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ IT ഓപ്പറേഷൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ടാസ്കുകൾ മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് വർക്ക് അലോക്കേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡൈനാട്രൈസ് എന്ന് പറയുന്ന ടൂള്. അതുപോലെ നെക്സ്റ്റ് സൈബർ സെക്യൂരിറ്റി, ഒബ്വിയസ്ലി റിയൽ ടൈം ത്രെഡ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഡാർക്ട്രൈസ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇൻ ദ സെൻസ് ലൈക്ക് പലരും ഈ ഇപ്പൊ നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ നെറ്റ്വർക്കിംഗ് ഫീൽഡിലുള്ളവര് എന്താ പറയുക, ഈ ഡാർക്ട്രൈസ് പോലുള്ള ടൂൾസുകൾ എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നെറ്റ്വർക്കിംഗ് ജോബ്സിനെ തന്നെ അതിലേക്ക് ഞാൻ വരാം, അതിനൊരു ത്രെട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ദെൻ കംസ് ഡേറ്റ മാനേജ്മെന്റ്. ഡേറ്റ മാനേജ്മെന്റ് നമ്മുടെ ഡേറ്റാസ്, ബഞ്ച് ഓഫ് ഡേറ്റാസ്, എല്ലാ കമ്പനീസിലും ബഞ്ച് ഓഫ് ഡേറ്റാസ് ഉണ്ടാവും. അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ, അത് ഇൻഫോമാറ്റിക്ക എന്ന് പറഞ്ഞ ടൂൾസ് ആണ്. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അത് 10-20 വർഷമായിട്ട് പല കമ്പനീസിലും, പ്രോമിനന്റ് കമ്പനീസായ CTS, പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇൻഫോസിസിൽ ഒക്കെ ഇൻഫോമാറ്റിക്കയുടെ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ ക്ലീനിങ്ങിനും അതുപോലെ തന്നെ ഇന്റഗ്രേഷനും ഒക്കെ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്നതിന്. ആ ഡെവലപ്പേഴ്സും, ഈ ഡേറ്റ മൈനിങ്ങിന്റെ ഡെവലപ്പേഴ്സിന് തന്നെ അത്യാവശ്യം നല്ല പാക്കേജോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ട് ഈ CTS പോലുള്ള കമ്പനീസിൽ. ദെൻ കംസ് പ്രഡിക്റ്റീവ് അനാലിസിസ്. അത് വേറൊന്നുമല്ല, ഫോർകാസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഇപ്പം ഒരു പ്രൊജക്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോജക്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ആ ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്തിട്ട് മാക്സിമം എന്താ പറയുക റിസോഴ്സസിനെ അതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. അതിന് സ്പ്ലങ്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അത് ബേസ് ചെയ്യുന്നതിന് അവർക്ക് യൂസ് ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് അതുപോലെ തന്നെ ഹൈദരാബാദും ഓഫീസുണ്ട്, ടാബ്ലോ. ഇത് രണ്ടും മെയിനായിട്ട് ഈ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്നുള്ളൊരു കാര്യത്തിനായിട്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് IT-യുടെ. ഓക്കെ, ദെൻ കംസ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി. ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, കോവിഡ് വന്ന സമയത്ത് ഇപ്പം എന്താ പറയുക, കോവിഡ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബൂമായി നിന്നത് എഡ്ടെക് ഇൻഡസ്ട്രിയാണ്. സോ എഡ്ടെക്കിൽ ഇപ്പം പല പല കമ്പനീസ്, അത് വലിയൊരു കഥയാണ്. ഇപ്പം ബൈജൂസ് വന്നു, ഡൗൺ ആയി. അപ്പൊ ഇങ്ങനെ പല പല പ്രശ്നം. ഞാൻ ഈ ഇൻഡസ്ട്രീസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഇൻഡസ്ട്രീസിൽ എങ്ങനെ നമുക്ക്
IT-യുടെ അല്ലെങ്കിൽ AI-യുടെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അപ്പം ഈ വരുന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്നത്. ഇപ്പം AI-യില് ഇപ്പം ഇൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി അതിൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്, ഒരുപാട് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, ബൈജൂസ് അതുപോലുള്ളതൊക്കെ. ഇപ്പം ബൈജൂസ് ഒക്കെ ഡൗൺ ആണ്, ബട്ട് സ്റ്റിൽ പല പല കമ്പനീസുകൾ വരുന്നുണ്ട്. ഇതില് എല്ലാവരും ചെയ്യുന്നു. ഇപ്പം ഈ പറയുന്ന ഈ എന്താ പറയുക എഡ്ടെക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ LMS ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നതിന് ശേഷം അവർ ചെയ്യുന്ന മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പം പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. പലതരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ അഡാപ്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് മനസ്സിലാക്കിയ ശേഷം അതിന് ബേസ് ചെയ്തിട്ടുള്ള സജഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ എന്ന് പറയുന്ന കമ്പനി കോസറ എല്ലാവർക്കും അറിയായിരിക്കും. LMS പ്ലാറ്റ്ഫോംസ് പേഴ്സണലൈസ്ഡ് ആയിട്ട് ടീച്ചിങ് ഇൻക്ലൂഡിങ് കൊടുക്കുന്നതാണ് കോസറ. കാരണം ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കേഷൻസ് പ്രോഗ്രാം ഈ കോസറയിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ന്യൂട്ടൺ എന്നൊരു കമ്പനി, ന്യൂട്ടണിന്റെ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരേ ടെക്സ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം എന്താ പറയുക, CBSE ആയാലും ICSE ആയാലും ആ ടെസ്റ്റ് കുട്ടി പഠിക്കുന്നു, എക്സാം എഴുതുന്നു. ഇത് അതിന് പകരം അവരെന്താ ചെയ്യുക വെച്ചാല് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ പ്രിപ്പയർ ചെയ്ത്, അതായത് ജനറേറ്റ് ആയി വരും, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ജനറേറ്റ് ആയി വരും. ആ ജനറേറ്റ് ആയി വരുന്നതിന് അവര് എന്താ പറയാ കുട്ടികൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മീൻസ് അപ്പം കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരും. ഇപ്പം മാത്സ് താല്പര്യം ഇല്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ മാത്സ് കുറച്ചേ വരത്തുള്ളൂ. അവന് എന്താണ് ഇപ്പൊ സയൻസ് അവന് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പൊ സയൻസ് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ക്ലബ് ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ആയി പേഴ്സണലൈസ്ഡ് ലേണിംഗിലേക്ക് വരുന്ന ഒരു ആപ്പാണ് ന്യൂട്ടൺ. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എലുസിയൻ ബ്ലാക്ക് ബോർഡ്, അതായത് നമ്മുടെ ഫീസ് അറ്റൻഡൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അതിലും AI ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. AI ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ ഈ പറയുന്ന എല്ലാം AI ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് സോഫ്റ്റ്വെയർസ് ഇതെല്ലാം അവർ AI ഇമ്പാർട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കമ്പനീസിന്റെ പേര് മാത്രം നിങ്ങൾ നോട്ട് ചെയ്തെടുത്തിട്ട് അത് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടും. കാരണം ബാക്കി ഞാനിപ്പോ പറയുന്ന കണ്ടന്റുകളെല്ലാം മറന്നു പോയിരിക്കും. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന ബ്ലാക്ക് ബോർഡ് എന്താണ്, ന്യൂട്ടൺ എന്താണ്, ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഹോം പേജിലോ അല്ലെങ്കിൽ വെബ് പേജിലോ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഇതിൽ വന്നിരിക്കുന്ന ഇൻവോൾവ്മെന്റ്. ഓക്കെ. ദെൻ ട്യൂട്ടറിങ് ആൻഡ് അസിസ്റ്റൻസ്, അത് എന്താ പറയാ വിർച്വൽ ട്യൂട്ടേഴ്സ് ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചാറ്റ് ചെയ്യാം. ഈ ചാറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹ്യൂമൻ അല്ല അപ്പുറത്തിരിക്കുന്നത്, ഇറ്റ്സ് എൻ AI. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പേഴ്സണലൈസ്ഡ് കറക്റ്റ് ഡേറ്റസ്. ഇപ്പൊ നമ്മൾ ചാറ്റ് GPT എങ്ങനെയാണോ നമ്മൾ എടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്, സിമിലർ ലൈക്ക് പ്ലാറ്റ്ഫോംസ്, കോർ ഏരിയയിലുള്ള പ്ലാറ്റ്ഫോംസ് ഇപ്പം പലരും APIs വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓൺ പ്ലാറ്റ്ഫോംസ് ആണ് ഇവരുടെ. അതിൽ സ്കുറൽ AI ലേണിംഗ് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവര് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡുലിംഗോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഡുലിംഗോ LMSന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 30 ലാംഗ്വേജസ്, ഫോറിൻ ലാംഗ്വേജസ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡുലിംഗോ. ഓക്കെ. ഇതെല്ലാം AI പവേർഡ് ആണ്. ഈ 30 ലാംഗ്വേജസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പം നമുക്ക് ഇമേജസ് കാണിക്കുന്നു, എന്നിട്ട് ഇമേജസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം AI പ്രോഗ്രാമിൽ വരുന്നതാണ്. ദെൻ ഗ്രേഡിംഗ് ആൻഡ് അസസ്മെന്റ്. സോ ഈ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്താ പറയുക എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ എനിക്ക് ഒന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ. പിന്നെ നമ്മളെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് AI എന്താണ്, AIക്കകത്ത് എന്താ പറയുക ഇൻഡസ്ട്രീസിൽ ഏതൊക്കെ ഇൻഡസ്ട്രീസിൽ AIയുടെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പം ഇൻഡസ്ട്രീസിൽ AIയുടെ ഇൻവോൾവ്മെന്റ് ഏതൊക്കെ കമ്പനീസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ അടുത്ത് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒബിയസ്ലി എല്ലാവർക്കും പേടി, അതായത് AI വന്നു കഴിഞ്ഞാൽ എന്റെ ജോലി പോകുമോ, അതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തെ കാര്യം ജോബ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ഓട്ടോമേഷൻ. അതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ചിന്തിക്കുന്നതെന്നല്ല, നടക്കുന്ന സംഭവം തന്നെയാണ്. അതായത് ഓട്ടോമേഷൻ കാരണം, അതായത് ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ AIയുടെ ഇൻവോൾവ് വരുമ്പോഴത്തേക്കും നമ്മുടെ റിപ്പീറ്റഡ് ടാസ്കുകൾ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലികളൊക്കെ പോകുന്നു. സ്ഥിരം ചെയ്യുന്ന ജോലികൾ നമുക്ക് ഒരു എന്താ പറയുക
ഇപ്പം ഇപ്പൊ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പം കണ്ടന്റ് റൈറ്റേഴ്സിന്റെ ജോലി അങ്ങനെയുള്ളതൊക്കെ പോകുന്നു എന്നുള്ള ഭയം. രണ്ടാമത് ചാറ്റ് ബോട്ടും അതുപോലെ തന്നെ ഹാൻഡിൽ ബേസിക് കസ്റ്റമർ സപ്പോർട്ടും വന്നതിന് ശേഷം എന്താ പറയുക, ഈ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്സിന്റെ ജോലി സാധ്യത കുറയുന്നു. അതായത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പല വെബ്സൈറ്റുകൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ചാറ്റ് ബോട്ട്സുകൾ വരും. സോ ചാറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു, അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പം എനിക്ക് ഞാൻ ഇന്ന പ്രോഡക്റ്റ് എനിക്ക് വേണം, ഉടനെ അതിന്റെ സജഷൻസ് തരുന്നു, തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം ചാറ്റ് ബോക്സും എനേബിൾഡും ആണ്. അവിടെ ഓപ്പോസിറ്റ് സൈഡ് ഇരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രാമാണ്, ഒരു മെഷീനാണ് അവിടെ ഇരിക്കുന്നത്, അല്ലാതെ ഇപ്പം ഒരു ഹ്യൂമന്റെ ഇൻവോൾവ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന IT ജോലി പോകുമോ എന്നുള്ള പേടി. ഓക്കെ, ഇതേ പേടി വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക, കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കും എല്ലാവരും പേടിച്ചിരുന്നു, നമ്മുടെ ജോലിയെല്ലാം പോകുമോ. മെഷീൻസ് അന്ന് വന്നപ്പോഴും അതിക്ക് മുമ്പ് നമുക്ക് മെഷീൻസ് വന്നപ്പോഴത്തേക്കും എല്ലാവരും പേടിച്ചിരുന്നു, നമ്മുടെ ജോലി പോകുമോ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അതിനെല്ലാം പല പല കാരണങ്ങളുണ്ട്. സെർട്ടൺ ആൾക്കാരുടെ ജോലി പോയിട്ടുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ബാക്കി വേറൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അതെല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ നെറ്റ്വർക്കിങ്ങിൽ ഈ എന്താ പറയുക, നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഇതേപോലുള്ള ജോലി സാധ്യത വളരെ ഇതിൽ നഷ്ടപ്പെടുന്നു. കാരണം നെറ്റ്വർക്കിങ്ങിൽ നിങ്ങൾക്ക് അറിയാം, കൂടുതലും എന്താ പറയുക, റിപ്പീറ്റഡ് ടാസ്ക് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്നതുപോലെ ചെയ്യുന്നു. പക്ഷെ ഓട്ടോമേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഡാർക്ക് റേസ് പോലുള്ള പ്രോഗ്രാംസ് വന്നതിന് ശേഷം അനലൈസ് ചെയ്യുന്നു, നെറ്റ്വർക്കിംഗ് ടൂൾസുകൾ വെച്ചിട്ട് എന്താ പറയാ, അതിനൊക്കെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനത്തെ ജോലിയൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി. സോ ഇതാണ് ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് വരുന്നത് അഡ്വാൻസ്ഡ് റോളിലുള്ള കോമ്പറ്റീഷൻ. എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇതിലിപ്പോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഭയങ്കര മാർക്കറ്റ് ഉള്ളതാണ് ഡേറ്റാ സയന്റിസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സൈബർ സെക്യൂരിറ്റിയിൽ ഓപ്പണിങ്, ഇതെല്ലാവരും ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് സ്കൂളിൽ അല്ലെ കോളേജ് ലെവലിൽ പോയാൽ പോലും, കോളേജ് ലെവൽ എന്നല്ല, സ്കൂളിൽ ചെന്നാൽ പോലും പിള്ളേർ ചോദിക്കുന്നതാണ്, ഡേറ്റാ സയന്റിസ്റ്റിൽ വേക്കൻസി കിട്ടുമോ, അതിൽ 12 ലക്ഷം 13 ലക്ഷം രൂപ പാക്കേജ് വരുന്നുണ്ട്, കിട്ടുമോ, ജോലി കിട്ടുമോ, അതിന് പോകാണ്ടൊക്കെ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഈ പറയുന്ന കുഞ്ഞുകുട്ടിയാണെങ്കിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന കുഞ്ഞുകുട്ടി ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ച 12th അല്ലെങ്കിൽ 8th 9th പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. ഇതേ പറഞ്ഞ് ബിടെക് അല്ലെങ്കിൽ പല പല പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞ് റിസർച്ച് എടുക്കുന്ന ആൾക്കാരും ഈ ജോലിയെ പറ്റി ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള കോമ്പറ്റീഷൻ, ഈ കോമ്പറ്റീഷൻ നമുക്ക് ഒരു പ്രോബ്ലം ആവുന്നു. കാരണം ഇപ്പൊ ആസ് എൻ എംപ്ലോയി നമ്മളൊരു ഡേറ്റാ സയന്റിസ്റ്റിന്റെ ജോലി നോക്കുമ്പോൾ നമ്മൾ സ്കിൽസ് അപ്ഡേറ്റ് ആവണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുമോ, ജോലി കിട്ടുമോ എന്നുള്ള ഭയം, ഇതൊരു ത്രെട്ടായിട്ട് കൂട്ടാം. പിന്നെ നെക്സ്റ്റിലേക്ക് പോകാം. പിന്നെ ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് സ്ഥിരം പഠിക്കണം, സ്ഥിരം അപ്സ്കിൽ ചെയ്യണം, ഇങ്ങനെ ഒരു പേടി. അതായത് ഇത് രണ്ടും പോസിറ്റീവ് സൈഡാണ്, പക്ഷെ അത് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതായത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആസ് എ ഡെവലപ്പർ, ഞങ്ങൾ എല്ലാ ഡെവലപ്പേഴ്സിനും ഞങ്ങൾ സ്ഥിരം പറയുന്നതാണ്, എപ്പോഴും നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ എന്നും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണമോ എന്നുള്ളൊരു പേടി, എന്നും പഠിക്കണം, എന്നും എന്റെ സ്കില്ല് അപ്സ്കിൽ ചെയ്യണം, അപ്പൊ അങ്ങനെ ഒരു പേടി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ഇവോൾവ്മെന്റ്. ഇത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പം IT എംപ്ലോയീസ്, ഇപ്പം എന്താ പറയുക, IT എംപ്ലോയീസ് നോർമലി നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പൊ വർക്ക് ചെയ്യുന്നത് സ്പെസിഫിക് മൊഡ്യൂൾസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം AI വന്നതിന് ശേഷം ഇപ്പം എന്താ പറയുക, AWSന്റെ AI ഒക്കെ അവൈലബിൾ ആണ്. സോ AWSന്റെ AI എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യാനും, ഇതിന്റെ എന്താ പറയുക, AI സർവീസസ് പ്രോപ്പറായിട്ട്, അഷോറിന്റെ AI സർവീസസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് എന്താ പറയുക, ഡെവലപ്പേഴ്സ് അപ്സ്കിൽ ചെയ്യണം. കാരണം ഇപ്പം ഞാൻ PHP മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ PHP മാത്രമേ ചെയ്യത്തുള്ളൂ, ഞാൻ ഇതിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ അതൊരു ത്രെട്ടാണ്. ഓക്കെ, ദെൻ ഒബിയസ്ലി പ്രോഗ്രാം ലാംഗ്വേജ് മിനിസ്ട്രി. ഇപ്പൊ മെഷീൻ ലേണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാല് പൈത്തൺ, ആർ, ജാവ, ഇതൊക്കെ തന്നെയാണ് അതിന്റെ ബേസിക് എന്ന് പറയുന്നത്. പൈത്തൺ, ആർ, ജാവ. അപ്പം ഇതിനൊക്കെ ഇപ്പം PHPയോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ വെബ് ഡെവലപ്പേഴ്സ്, WooCommerce ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അപ്സ്കിൽ ചെയ്ത് പുതിയ പുതിയ ലാംഗ്വേജസ് പഠിക്കണം. കാരണം മെഷീൻ ലേണിംഗിൽ വരുന്ന മെയിൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാ ടോപ്പ് കമ്പനീസും യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് വെച്ചാൽ പൈത്തൺ. വൺ ഓഫ് ദ മെയിൻ പൈത്തൺ ആണ്. പിന്നെ ജാവ, C++.
C++ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അത് പഠിക്കാതെയുള്ള എന്താ പറയുക ഒരു പേടി, അല്ലെങ്കിൽ അത് എനിക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പഠിക്കാതെ ഞാൻ ഇത് മാത്രം ചെയ്ത, ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ത്രെട്ടാണ്. പഠിക്കുന്ന ആൾക്ക് ഒബ്വിയസ്ലി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റീസുകളിൽ നമുക്ക് വരാം. ഓക്കെ, ദെൻ എത്തിക്കൽ ആൻഡ് പ്രൈവസി കൺസേൺ. അത് വേറൊന്നുമല്ല, നമ്മുടെ AI ഇപ്പം അൽഗോരിതം ബയസ് എന്ന് പറയും. അതായത് ഇപ്പം എന്താ പറയുക, നമ്മുടെ ഈ ഡേറ്റാസ് ആണല്ലോ നമ്മളെ തിരികെ എന്താ ചെയ്യുന്നത്, ഡേറ്റാസ് വെച്ചിട്ടാണ് ഫുള്ള് മാനേജ് ചെയ്യുന്നത്. സോ ഈ ഡേറ്റാസ് എടുക്കുന്ന എങ്ങനെയാണ്, നമ്മുടെ ഇവരുടെ പ്രഡിക്റ്റീവ് അനാലിസിസ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വെച്ചിട്ട്. അപ്പം ഈ അൽഗോരിതം ബയസ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ചില ജെൻഡർ സ്പെസിഫിക്കേഷനോ, അല്ലെങ്കിൽ ഒരു ഏരിയ, ഇപ്പൊ എന്താ പറയാ, ഇപ്പം ഡെമോഗ്രാഫിക് ഏരിയ വെച്ചിട്ട് അനലൈസ് ചെയ്ത് അങ്ങനെ റോങ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ബാധിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു റിക്രൂട്ട്മെന്റ് ടൈമിൽ ചിലപ്പം ഇതേപോലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്ന IT കമ്പനീസ് ആണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് കുറവാണ്. സോ അങ്ങനെയുള്ള അൽഗോരിതം ബയസ് ഈ പറയുന്ന, കാരണം ഒബ്വിയസ്ലി മിസ്റ്റേക്സ് സംഭവിക്കും, ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് സംഭവിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ചർച്ചയായിട്ടുള്ള കാര്യമാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡേറ്റ പ്രൈവസി. ഡേറ്റ പ്രൈവസിയിൽ വരുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിന്റെ മുമ്പ് നമ്മളെല്ലാവരും പറഞ്ഞാണ് നമ്മുടെ ഡേറ്റ മിസ്യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഉള്ള ഡേറ്റ പ്രൈവസി ഇതിന്റെ ഒരു വലിയൊരു ഭാഗമാണ്. ഇപ്പം ഫേസ്ബുക്കിനെയൊക്കെ ഇപ്പം വേറൊരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പം AI നമ്മള് എന്താ പറയുക, ഇപ്പം വർഷങ്ങൾക്ക് മുമ്പേ AI ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് വരുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം രണ്ട് റീസൺ ആണ്. ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റംസ് എല്ലാം അത്രയ്ക്ക് എന്താ പറയുക, GPUs അത്രയ്ക്ക് എനേബിൾഡ് ആയി. ഈ പറയുന്ന പ്രോഗ്രാംസ് ഉൾക്കൊള്ളാനുള്ള, മാനേജ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ആണ് ഇപ്പോൾ ഉള്ളത്. GPUs എന്ന് പറയും. NVIDIA എന്ന് പറയുന്ന കമ്പനിക്ക് ഇപ്പൊ അതിൽ സ്പെഷ്യലൈസ് ചെയ്താണ് നിൽക്കുന്നത്. ആർക്കിടെക്ചർ, ഈ AI വേണ്ടിയിട്ടുള്ള ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവര് മുമ്പ് ഗ്രാഫിക്സും ഗെയിമിഫിക്കേഷനും ഒക്കെ ആയിരുന്നു. ബട്ട് ഇപ്പം കൂടുതലും അവർ ചെയ്യുന്നത് ഇതുപോലുള്ള GPU സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ അടുത്തൊരു ത്രെട്ട് കറന്റ് സ്കിൽസ് എന്താ പറയാനാണ്, നമ്മുടെ ഇപ്പോഴത്തെ സ്കില്ല് മതിയോ, അതിനെ ഡെവലപ്പ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിന് അപ് സ്കില്ല് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടേ. അപ്പൊ അങ്ങനെ ഒരു കൺസേൺ. പിന്നെ നമ്മുടെ AI സിസ്റ്റംസിനുള്ള ട്രെയിനിങ്. കാരണം ഇപ്പം ഓൾറെഡി ഞാൻ ഡെവലപ്മെന്റ് ജോലിയും ചെയ്യണം, പിന്നെയും AI സിസ്റ്റത്തിൽ ഞാൻ പോയി ട്രെയിൻ ചെയ്യണം. ഞാൻ PhD പഠിച്ച് ഞാൻ ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്യണം. കൂടാതെ AI എന്താ പറയുക, ഇപ്പൊ പൈത്തൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജസ് എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ അതേപോലുള്ള ടൂൾസ് എനിക്ക് പഠിക്കണം. സോ അങ്ങനെ അതിന്റെ ഒരു വിമുഖത. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി വർക്ക് ലോഡും സ്ട്രെസ്സും വരും. കാരണം ആസ് എൻ IT എംപ്ലോയി നമ്മളെല്ലാം ഇപ്പൊ തന്നെ ഈ 9 മണിക്ക് ഈ മീറ്റിംഗ് വെച്ചതിന്റെ കാര്യം അനീഷിന്റെ അടുത്ത് പറഞ്ഞു. എല്ലാവരും തിരക്കാണ്, എല്ലാവരും ഫ്രീ ആകുമ്പോൾ 9 മണി. അപ്പൊ 9 മണിക്ക് നിങ്ങൾ മീറ്റിംഗ് വെച്ചതിന്റെ കാര്യമല്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ പഠിക്കുന്ന എന്ന് പറയുന്നത് വേണം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ത്രെഡ്സ് വരുന്നത്. ഓക്കെ, സോ അത് ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്ക് ഇപ്പം AI വന്നതിൽ ഒരുപാട് ത്രെട്ട് ഉണ്ടെങ്കിൽ ഈ ത്രെട്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും പോകും, കൺവേർട്ടായി വരും. ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ ത്രെട്ട് AI ബൂമിങ്ങിൽ വന്ന ത്രെട്ട് ആണെങ്കിൽ ഇപ്പം അത് കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഈ AI എന്ന് പറയുന്നത് ഇപ്പം ആസ് എൻ IT എംപ്ലോയി നമുക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പമാണ് AI-ലോട്ടും ഡേറ്റാ സയൻസിലോട്ടും. കാരണം എന്താ പറയുക, ബേസിക് ജാവ, C++, അല്ലെങ്കിൽ പൈത്തൺ, ഇപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ ഒബ്വിയസ്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ചെയ്യുന്നത്. നമുക്കിപ്പോ ഇച്ചിരി എഫേർട്ട് അതിലേക്ക് ഇടാൻ പറ്റുമെങ്കിൽ അതേപോലുള്ള ഇപ്പൊ ഡേറ്റാ സയന്റിസ്റ്റ് ആയിട്ടും, അല്ലെങ്കിൽ അതിലുള്ള ടൂൾസുകൾ നമുക്ക് സ്പെസിഫിക് ഇപ്പൊ ഇൻഫോർമാറ്റിക്ക പോലുള്ള ടൂൾസോ, അല്ലെങ്കിൽ സ്പെസിഫിക് ടൂൾസിലേക്ക് നമുക്കിപ്പം എന്താ പറയുക ട്രെയിനിങ് എടുത്ത് അതിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ എടുക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, IT എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി, ഓട്ടോമേറ്റഡ് ടാസ്കിങ് അതുപോലെ പ്രൊഡക്റ്റീവും ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സെയിൽസ് ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഒരു വലിയ കമ്പനിയാണ്. സെയിൽസ് ഫോഴ്സിൽ അവര് AI ആണ്. അത് 10-15 വർഷം മുമ്പേ എനിക്കൊക്കെ നമ്മളൊക്കെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് സെയിൽസ് ഫോഴ്സ്. അന്നൊന്നും ഇവരൊരു ജസ്റ്റ് ഒരു CRM ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്, ഈ സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി. ഞാൻ NIT ഉണ്ടായിരുന്നപ്പോൾ ഈ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
അപ്പം ഈ എന്താ പറയാ, അന്ന് അവർ ജസ്റ്റ് ഒരു CRM ആയിട്ട് നിന്നത് ഇപ്പൊ കംപ്ലീറ്റ്ലി പ്രെഡിക്റ്റ് അനാലിറ്റിക്സ് വെച്ചിട്ട് ആണ് അതിൽ കംപ്ലീറ്റ്ലി കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി, അതായത് ഓപ്പർച്യൂണിറ്റീസും IT എംപ്ലോയീസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ. അടുത്തത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി. ഈ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ IT എംപ്ലോയീസിന് നമ്മൾ സെർട്ടൺ ടൂൾസ് വെച്ചിട്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ്. സോ അതിന്റെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക്, ഇന്നോവേഷനും അതുപോലെ ക്രിയേറ്റിവിറ്റിയിലും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് അത് സ്പെസിഫിക്കലി ഇപ്പൊ എന്താ പറയുക, എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇപ്പം എന്താ പറയുക, നെറ്റ്ഫ്ലിക്സും അതുപോലെ തന്നെ സ്പോട്ടിഫൈയും കൊടുത്തിരിക്കുന്നത്. ഇതില് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിസിഷൻ മേക്കിംഗ്, ഒരു IT എംപ്ലോയീസിന്റെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി കൂട്ടുന്നതിനും, പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഇത് ഇന്നോവേഷൻ കൊണ്ടുവരാനും, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനും. കാരണം ഇപ്പം പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുമ്പം നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് തന്നെ ഇപ്പം സ്പോട്ടിഫൈ അല്ലെങ്കിൽ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, നമുക്ക് തന്നെ ഓൺ ആയിട്ട് പ്ലാറ്റ്ഫോംസ് ഡിസൈൻ ചെയ്യാൻ, അതിന്റെ ലോജിക് കൊണ്ടുവരാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് ഒബ്വിയസ്ലി വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയ റെസ്പോൺസിബിലിറ്റീസും റോൾസും അത് പുതിയ പുതിയ റോൾസുകളാണ് നമുക്ക് IT എംപ്ലോയീസിന്, അതായത് AI ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന IT എംപ്ലോയീസിന് വരുന്ന റോൾസ്. AI സ്പെഷ്യലിസ്റ്റ്, ഡേറ്റാ സയന്റിസ്റ്റ്, AI പ്രൊജക്ട് മാനേജർ, AI എത്തിക്സ് ഓഫീസർ, ഇങ്ങനെയുള്ള റോൾസുകൾ ഒത്തിരി വരുന്നുണ്ട്. ഇതെല്ലാം പുതിയ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ അതെല്ലാം പഴയ നമ്മളെ നോർമൽ IT റോൾസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഡേറ്റാ സയന്റിസ്റ്റ് ഒക്കെ പലതും ട്രെയിനിങ്ങും ഡേറ്റ ട്രെയിനിങ്ങുകൾ, അതായത് നമ്മൾ ഇൻപുട്ട് മെഷീൻസിന് കൊടുത്ത് ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നതും അതിൽ പുതിയ റിസോഴ്സസ് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽസുകളാണ്. ഓക്കെ, ദെൻ ഒബ്വിയസ്ലി സ്കിൽ എൻഹാൻസ്മെന്റ്, നമ്മൾ അപ്സ്കില്ല് ചെയ്യണം. ആസ് എൻ IT പ്രൊഫഷണൽ, പണ്ടായാലും ഇപ്പോഴായാലും ഇനി അങ്ങോട്ടായാലും എന്നായാലും നമ്മൾ അപ്സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്സ്കില്ലിങ്, ഇപ്പൊ പുതിയ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുന്ന ഇൻട്രസ്റ്റ് കൊണ്ടുവരിക. അപ്പൊ അതിന്റെ അകത്തൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നു. ദെൻ കംസ് ലേണിംഗ് റിസോഴ്സസ്. ഇപ്പം സ്കിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല കോഴ്സുകളിലും ഒക്കെ പല പല വർക്ക്ഷോപ്സും അതുപോലെ AI സർട്ടിഫിക്കേഷൻസും ഉണ്ട്. അത് ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം IT എംപ്ലോയീസിൽ പലരും ലാക്ക് ചെയ്യുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും, മൈക്രോസോഫ്റ്റ് ലിങ്ക്ഡിൻ അക്വയർ ചെയ്ത് കഴിഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് അക്വയർ ചെയ്തതാണ്. ലിങ്ക്ഡിൻ മാക്സിമം റീച്ച് എന്താ പറയുക കൊണ്ടുവരുന്നത്, നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിനും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. സോ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഫോറംസ്, അതിലുള്ള ഡിസ്കഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യണം. കൂടാതെ സർട്ടിഫിക്കേഷൻ, ലിങ്ക്ഡിനിൽ തന്നെ ഫ്രീ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതേപോലുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ഇതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നോർമലി വരുന്ന പോലെ കരിയർ ഗ്രോത്ത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാലുള്ള കരിയർ ഗ്രോത്ത്, കരിയർ പാത്ത്, പിന്നെ ഈ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലികൾ, മുമ്പേയും ടാസ്കിനെയൊക്കെ ഇപ്പൊ ഡേറ്റ എൻട്രി പോലുള്ളതിനൊക്കെ നമ്മൾ AI കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പം അത് ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരം ചെയ്യുന്ന ജോലി IT എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഓപ്പർച്യൂണിറ്റീസ്. ഇനി നമ്മൾ അതിന്റെ സ്ട്രാറ്റജീസ് ആണ്. ഇപ്പം നമ്മൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കണ്ടത്. ഇനി വരുന്നത് അതിന്റെ സ്ട്രാറ്റജീസ്. നമ്മൾ ഈ ത്രെട്ടുകൾ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ത്രെട്ടുകളും നമ്മളിപ്പോ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ്. അതായത് ഇപ്പൊ ഏത് ഫീൽഡാണ്, ഇപ്പം ഞാനിപ്പം പറഞ്ഞ ഉടനെ ഇപ്പൊ ഈ ഇരിക്കുന്ന IT എംപ്ലോയീസ് എല്ലാവരും നാളെ വന്ന് മെഷീൻ ലേണിംഗ് പഠിച്ച് AI ശരിയാരെന്ന് നമ്മൾ പറയത്തില്ല. ബട്ട് ഇനിയുള്ള കാലത്ത് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്ഥിരം എല്ലായിടത്തും പറയുന്നതാണ്, നമ്മൾ എന്ത് പഠിച്ചാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡിസൈനിങ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും അത് ഇപ്പൊ ഡിസൈനിങ്ങിൽ AI ടൂൾസ്, ഞാൻ അതൊക്കെ ഇനിയിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസൈനിൽ AI ടൂൾസ് വരുന്നുണ്ട്. ഈ AI ടൂൾസുകൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പൊ BPO ചെയ്യുന്ന ആളാണ്,
അപ്പം ചാറ്റ് GPT പോലുള്ളതിൽ നമ്മൾ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുക, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് കറണ്ട് AI ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്ത് അപ്സ്കിൽ ചെയ്യണം. നമ്മുടെ സ്കിൽസ് അപ്സ്കിൽ ചെയ്യുക, അത് എന്ത് ജോലി ആയിരുന്നാലും അപ്സ്കിൽ ചെയ്ത് പോകണം. അതിനകത്തെല്ലാം AI ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ട്. സോ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ്, അത് വൺ ഓഫ് ദ മെയിൻ തിങ്. ഈ ഓവറോൾ ടോപ്പിക്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആസ് എൻ എംപ്ലോയി കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് കോഴ്സസ് ഉണ്ട്, ഒത്തിരി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെഷീൻ ലേണിങ്ങിനെ പറ്റിയും. ഈ പറഞ്ഞ ഇതിലേക്ക് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുക്കാൻ ആലോചിക്കുന്നവർക്ക് ഇപ്പൊ നമ്മുടെ കൂട്ടറെ തന്നെ സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ഉണ്ട് മെഷീൻ ലേണിംഗിന്റെ, ഡീപ് ലേണിംഗിന്റെതും. പിന്നെ അതുപോലെ തന്നെ കോഴ്സറയിൽ AI4EVERYONE എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൂഗിളിന്റെ സർട്ടിഫിക്കേഷൻ. അത് നമ്മുടെ രീതിക്ക് അനുസരിച്ച്. ഞാൻ എന്തുകൊണ്ടാണ് കോഴ്സറ എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല, അത് ഇച്ചിരി പ്രോമിനന്റ് ആണ്. അതല്ല വേറെ എഡക്സോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ സർട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഗെയിനിങ് സർട്ടിഫിക്കേഷൻസ് ഇൻ AI ആൻഡ് ഫീൽഡ്, ഗൂഗിൾ AI സർട്ടിഫിക്കേഷൻ, പിന്നെ IBMന്റെ വാട്സൺ AI സർട്ടിഫിക്കേഷൻ. താല്പര്യമുള്ളവർക്ക് ഇത് നമ്മൾ ഏത് ഫീൽഡാണോ വേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെപ്പറ്റി റിസർച്ച് നടത്തി. ഇപ്പം എന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എന്റെ അടുത്ത് ചോദിച്ചാലും എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന ഫീൽഡിൽ പോയി ഇന്ന സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ തന്നെ ജോലി കിട്ടും എന്നുള്ളത്. ഇപ്പം അത് നമ്മളൊരു ടൂളായിട്ട് എടുത്ത് അത് പഠിക്കുക. കൂടാതെ പുതിയൊരു ടൂൾ വരികയാണെങ്കിൽ അതിന് പഠിക്കുക. ഇപ്പൊ പാത്ത് AI പഠിക്കുകയാണെങ്കിൽ സിമിലർ ടൈം നിങ്ങൾ IBM വാട്സൺ പഠിക്കുക. ഇങ്ങനെ സ്കിൽ അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ ഞാൻ അടുത്ത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ്. അതായത് ഇപ്പം ടോപ്പ് കമ്പനീസിൽ യൂസ് ചെയ്യുന്ന AI ടെക്നോളജി, ഒബ്വിയസ്ലി മെറ്റ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. മെറ്റ ഇപ്പൊ AI ലോഞ്ച് ചെയ്ത്, ഫേസ്ബുക്ക് മാറി മെറ്റയായി. AI ലോഞ്ച് ചെയ്തു. കണ്ടന്റ് റെക്കമെൻഡേഷനും മോഡറേഷനും അവരുടെ ഓൺ AI പ്ലാറ്റ്ഫോമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. നോർമൽ അൽഗോറിതംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ അവരുടെ ഓൺ പ്ലാറ്റ്ഫോംസ് AI കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ ഗൂഗിളിന്റെ ടെൻസർഫ്ലോ അൽഗോറിതം ഇത് ചെയ്യുന്നതാണ്. ഗൂഗിൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇത് പലരും യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമാണ് ഇത്. പല കമ്പനീസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആമസോണിന്റെ AWS സർവീസസ്, അലക്സ എല്ലാവർക്കും അറിയാം അലക്സ. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ അഷ്വർ AI, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെയാണ് ടോപ്പ് കമ്പനീസിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ടോപ്പ് കമ്പനീസിൽ ഇത് പറയുന്നത്. ഇതില് ഗൂഗിൾ ആണെങ്കിൽ നമ്മുടെ നോർമലി യൂസ് ചെയ്യുന്ന ജാവ, C++ ഒക്കെയാണ്. പിന്നെ അതുപോലെ പൈത്തൺ, ജാവ സ്ക്രിപ്റ്റ് ഒക്കെയാണ് ഇതിൽ പോകുന്നത്. എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് പൈത്തൺ ആണ്. എല്ലാത്തിലും കോമൺ ആയിട്ട് പൈത്തൺ, C++. പിന്നെ ഇതിന്റെ എല്ലാം പല വേരിയൻസിൽ നമ്മൾ അപ്സ്കിൽ ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്ത് വരുന്നത് ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ ഒരു ഓവർവ്യൂ പറഞ്ഞു. ഇപ്പം ഒരു കോമൺ ടൂൾസ് ആണ്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ AIക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ് ഇത്. IT എംപ്ലോയീസിന് മാത്രമല്ല, ഇപ്പം ഡിസൈനേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കോ, BPO വർക്ക് ചെയ്യുന്നു, ഇത് നോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ഗുണമായിരിക്കും. 10 മെയിൻ ആയിട്ടുള്ളതാണ് ഞാനിപ്പോ ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റ്, 2 DID, വോയിസ് AI, മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും വോയിസ് AI. പിന്നെ അതുപോലെ വീഡിയോ BG റിമൂവർ. ഇതൊക്കെ നമുക്ക് ഡിസൈനിങ് പർപ്പസ്, കണ്ടന്റ്, ചാറ്റ് GPT ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയായിരിക്കും. ക്ലീൻ അപ്പ് പിക്ചേഴ്സ്, റൺവേ, മിഡ്ജേണി നമുക്ക് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ പ്രയോജനപ്പെടും. ഇത് നോർമലി കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പിന്നെ അതുപോലെ വീഡിയോ എഡിറ്റേഴ്സിനും ഒക്കെ പ്രയോജനം വരുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു ഡിസൈൻ എടുത്ത് കോറൽ ഡ്രോയിൽ ഇട്ട് ചെയ്യുന്ന ടൈം ഇപ്പം ഈ പറയുന്ന AI ഓട്ടോമേറ്റഡ് ആയിട്ട് ഇഷ്ടം മാതിരി തരുന്നുണ്ട്. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ വർക്ക് എഫിഷ്യൻസി, നേരത്തെ പറഞ്ഞ പോലെ. സോ ഇങ്ങനെയുള്ള ടൂൾസ് എല്ലാം മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മുടെ ഇപ്പം ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ IT ഇപ്പം ഡെവലപ്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതാണ്, ഒബ്വിയസ്ലി ബാനർ പേജിലാണ്. നോർമലി ചെയ്യുന്ന എന്താണ്, ഇപ്പം ബാനർ പേജ് പിന്നെ ഡിസൈനിങ് ആൾ കൊടുത്തിട്ട് കൺഫേം ചെയ്താൽ ചെയ്യുന്നു. പക്ഷെ ഇതുപോലുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓണായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ്. സോ ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റ്, DID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വോയിസ് AI, വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ, ഡിസ്ക്രിപ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ഓഡിയോ, നമ്മുടെ ഓൺ വോയിസും ഡിസ്ക്രിപ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അതുപോലെ DIDയിൽ നമുക്ക് വീഡിയോസും ഇമേജും ക്രിയേറ്റ് ചെയ്യാം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് വീഡിയോ BG റിമൂവർ.
ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് അറിയായിരിക്കും, മിഡ് ജേണിൽ നമുക്ക് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള അത് കുറച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് എല്ലാത്തിന്റെയും നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എല്ലാം ഈസി വേ ഓഫ് പ്രോസസ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്യാനും കൺവേർട്ട് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട് വരും. സിമ്പിൾ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടൂൾസുകളാണ്. ഓക്കെ, ടെൻസർ ഫ്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിളിന്റെ ആണ്. പിന്നെ അതുപോലെ തന്നെ സ്കൈകിറ്റ് ലേൺ, അത് ഓപ്പൺ സോഴ്സ് ആണ്. സ്കൈകിറ്റും LLTK അതും രണ്ടും ഓപ്പൺ സോഴ്സ് ആണ്, മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് വരുന്നതാണ്. പിന്നെ ഓപ്പൺ സി, പിന്നെ അതുപോലെ AWSന്റെ AI സർവീസസ് ഉണ്ട്. സോ ഇതേപോലുള്ള ടൂൾസുകളും ഇതിലെ സർട്ടിഫിക്കറ്റ്, ഇതിന്റെ എല്ലാ സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. സോ ബേസിക് സർട്ടിഫിക്കേഷൻസ് എടുത്ത് അതിലോട്ട് കോർ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ നോക്കാം. പിന്നെ അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ അഷ്വർ, IBM വാട്സൺ, അതിന്റെ ട്രെയിനിങ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ നമുക്ക് ഏത് സൂട്ട് ആവും എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം. ഡോൺ ആസ്ക് അതേഴ്സ് ഒപ്പീനിയൻ. നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഞാനിപ്പം എന്താ പറയാ, ഇന്ന ഫീൽഡ് ഞാൻ AI ഇൻവോൾവ് ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പം ഇന്ന ഫീൽഡിലാണെങ്കിൽ ഇന്ന ടൂൾ എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്ത് അതിൽ റിസർച്ച് ചെയ്ത് അപ്സ്കിൽ ചെയ്ത് റീസ്കിൽ ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ആയി കൊണ്ടുവരണം. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ഓവർവ്യൂ. ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യമാണ്, ജോലി പോകുന്നു. മൈക്രോസോഫ്റ്റ് ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ പറഞ്ഞു വിട്ടു, ഗൂഗിള് 10,000-കണക്കിന് ആൾക്കാരെ പറഞ്ഞു വിട്ടു. ഇത് ഒരു എല്ലാവരുടെയും മനസ്സിലൊരു പ്രശ്നമാണ്. എന്താ പറയാ, ആമസോൺ ലേ ഓഫ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 8 കമ്പനീസ്, ഞാൻ നേരത്തെ പറഞ്ഞ 8 കമ്പനീസ് പല ലേ ഓഫും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വേറൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇവർ ലേ ഓഫ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ കമ്പനീസ് ചെയ്യുന്ന സമയം ഇപ്പോഴാണ്. 2021 മുതൽ, നിങ്ങൾ വിശ്വസിക്കത്തില്ല, 2021 മുതൽ ഇപ്പം ഓൾമോസ്റ്റ് 900 ബില്യൺ ഡോളേഴ്സ് ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പല കമ്പനീസ്, മെയിൻ കമ്പനീസ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒബ്വിയസ്ലി മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് മെറ്റ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ, പിന്നെ നമ്മുടെ മൈക്രോസോഫ്റ്റ് അറിയാലോ, എല്ലാവർക്കും അറിയാം. 14 ബില്യൺ ഡോളേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഓപ്പൺ എയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു മെയിൻ പാർട്ടായി. മൈക്രോസോഫ്റ്റ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതില് AI. ഓക്കെ, സോ ഫ്യൂച്ചർ AI ആണ്. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് ജോലി സാധ്യത ഒരു സൈഡിൽ പലരുടെയും പോകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വേറെ ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടുവരികയാണ്. നമ്മുടെ കോവിഡ്, അത് പലരും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അതായത് 2021 കോവിഡ് വന്ന സമയം ഒത്തിരി ഹയറിംഗ് നടന്നു, ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പ്രോമോ വന്നുകൊണ്ട് ഹയറിംഗ് കൂടുതൽ നടന്നു. അതുകൊണ്ടാണ് ലേ ഓഫ് നടക്കുന്നതെന്നും പറയുന്നുണ്ട്. അല്ലാതെ ഇപ്പം ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജീസിൽ AIയില് നല്ല കാര്യമായിട്ട് തന്നെയാണ്. ഇപ്പൊ എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ പ്രോമിനന്റ് കമ്പനീസ് തന്നെയാണ്. സോ പ്രോമിനന്റ് കമ്പനീസ് മാത്രമല്ല, സ്റ്റാർട്ടപ്സ്, ഇപ്പൊ വരുന്ന സ്റ്റാർട്ടപ്സും ഒത്തിരി കോൺസെപ്റ്റ്സും കൊണ്ടുവരുന്നത് AI-ലാണ്. സോ ഓപ്പർച്യൂണിറ്റി ഈസ് ഹ്യൂജ്. ഓക്കെ, ഇപ്പം ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തതിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അതിന് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്താ പറയാ അതിനു വേണ്ടി നമ്മൾ പ്രോംപ്റ്റ് ആവുക, അതൊന്ന്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ്, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾ പുതിയ പുതിയ ടെക്നോളജീസ് മനസ്സിലാക്കി ടൂൾസുകളും ടെക്നിക്സും ഒക്കെ മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് പോവുക. പിന്നെ എന്താ പറയുക, സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ AI ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും. പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വി ക്യാൻ അച്ചീവ് അവർ ഡ്രീംസ്. സോ നോ നീഡ് ടു വറി, പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു സർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചു.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ അസിസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ നമ്പറും മൊബൈൽ നമ്പറും അതുപോലെ മെയിൽ ഐ ഡി എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും ഉണ്ട്, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Yes. Okay, sir. Anyway, Arjun, please, some thanks for the program also. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഒത്തിരി നാളിന് ശേഷമാണ് നമ്മുടെ യൂണിയൻ നേതൃത്വത്തിൽ വീണ്ടും ഒരു സെക്ഷൻ ഇന്ന് കണ്ടക്ട് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും വളരെ അധികം കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു മേഖലയെ കുറിച്ചാണ് വിവരങ്ങളാണ് അഖിലേഷ് സാറ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഈ ഒരു വൈകിയ വേളയിലും നമുക്ക് വേണ്ടി നമ്മുടെ യൂണിയൻ സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം ചെലവഴിച്ച അഖിലേഷ് സാറിന് IT ആൻഡ് അലൈഡ് എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഔപചാരികമായി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you. Thank you, everyone. Thank you, Anish. Thank you, everyone. Thank you, sir. Thank you, sir.